തദ്ദേശപോരിൽ നമുക്ക് ആദ്യം തലസ്ഥാനത്തേക്ക് പോകാം. തിരുവനന്തപുരം മുട്ടടയിലേക്കാണ് ആദ്യം. പ്രചാരണം തുടങ്ങിയ ശേഷം സ്ഥാനാർത്ഥിയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. അസാധാരണമായ സാഹചര്യമാണ് മുട്ടടയിൽ. കോൺഗ്രസിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിനാണ് തിരിച്ചടി നേരിട്ടത്. മേൽവിലാസത്തിൽ പിഴവ് വന്നതിനെ തുടർന്നാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പേര് നീക്കം ചെയ്തത്. കോർപ്പറേഷനിലെ ഏതെങ്കിലും വാർഡിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിലേ മത്സരിക്കാൻ കഴിയൂ. പേര് നീക്കം ചെയ്തതിനെക്കുറിച്ച് അറിയില്ലെന്നും കോടതിയെ സമീപിക്കണോ എന്ന് പാർട്ടി തീരുമാനിക്കുമെന്നും വൈഷ്ണ പറയുന്നു. അപ്പോൾ മാധ്യമങ്ങളിൽ കൂടി തന്നെയാണ് ഞാൻ ഈ വിവരം അറിയുന്നത്. അപ്പോൾ വോട്ട് വെട്ടിയെന്ന് അറിയപ്പെടുന്ന സ്ഥിതിക്ക് നമുക്ക് ബാക്കി കാര്യങ്ങൾ പാർട്ടി നോക്കും. അതിൻ്റെ ലീഗൽ ആക്ഷൻസ് എന്താണെന്നുള്ളത് പാർട്ടി നോക്കി ഫോർവേഡ് ചെയ്യും. പരാതിപ്പെട്ടത് CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണെങ്കിലും അത് പുള്ളിയുടെ മാത്രം ഒരു പരാതിയായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം ഇത്രയധികം പ്രഷർ കോർപ്പറേഷനിലും മറ്റു കാര്യങ്ങളിലൊക്കെ പോയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെതായിട്ടുള്ള ആൾക്കാർ ബാക്കിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് തീരുമാനങ്ങളൊന്നും തന്നെ നിലവിലില്ല. അതെന്താണെന്നുള്ളത് പാർട്ടിയും നേതൃത്വവും ഇരുന്ന് സംസാരിച്ച് അവർ ആലോചിച്ച് അഡ്വക്കേറ്റ്സുമായിട്ടൊക്കെ സംസാരിച്ച് അവർ തീരുമാനിക്കും. CPIM ആണ് വൈഷ്ണയ്ക്കെതിരെ പരാതി നൽകിയത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ ഉൾപ്പെടെയുള്ള 5 പേർക്കെതിരെയാണ് കള്ളവോട്ട് ആരോപണത്തിൽ പരാതി നൽകിയതെന്ന് CPIM മുട്ടട ബ്രാഞ്ച് കമ്മിറ്റി അംഗം ധനേഷ് കുമാർ പറയുന്നു. തനിക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. താനും ഭാര്യയും മാത്രമാണ് UDF ആരോപിച്ച അഡ്രസ്സിൽ താമസിക്കുന്നതെന്നും ധനേഷ് കുമാർ പറഞ്ഞു. ആ വീട് TC നമ്പർ 18/24 അല്ല. അത് വർഷങ്ങളായിട്ട് എൻ്റെ പേര് വോട്ടർ പട്ടികയിലുണ്ട്. അത് കോർപ്പറേഷൻ്റെ ഇതിൽ വന്നിട്ട് എൻ്റെ ശക്തി ഭവൻ എന്നുള്ള വീട്ടുപേരും അരുണോദയം എന്നുള്ള 2 വീടാണ് എനിക്ക് അടുത്തടുത്തുള്ളത്. ആ വീട്ടിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും താമസിക്കുന്നത്. വൈഷ്ണവ് ഇപ്പം ചേർത്തതാണ്. ഈ 10ാം മാസം ഇറങ്ങിയ വോട്ടർ പട്ടികയിൽ വൈഷ്ണവ് ഇവിടെ ചേർത്തതാണ്. വൈഷ്ണവ് അമ്പലമുക്കിലാണ് കഴിഞ്ഞ 7 വർഷമായി അമ്പലമുക്കിലാണ് താമസിക്കുന്നത്. അവർ പറയുന്ന കുടുംബ വീട് പോലും അറിഞ്ഞിടോ. കുടുംബ വീട് അതിന് എതിർവശത്തുള്ളൊരു വീടാണ് കുടുംബ വീട്. ഇത് സുധാഭവൻ എന്ന് പറഞ്ഞാൽ അവർ അപ്പച്ചീര വീടാണ്. ഇവർക്ക് എങ്ങനെ ഈ TC നമ്പർ കിട്ടിയെന്ന് അറിഞ്ഞൂടാ. ഇത് പഴയതാണെങ്കിൽ നമുക്ക് പറയാം നേരത്തെ ഉണ്ടായിരുന്നു, തെറ്റായിട്ട് വന്നു എന്ന് പറയാം. ഇത് ഇപ്പം 10ാം മാസം ചേർത്ത ലിസ്റ്റിലാണ്. ഈ വർഷം പുതിയതായിട്ട് ചേർത്ത വോട്ടിലാണ് ഈ 18/564 തെറ്റായിട്ട് ചേർത്തിരിക്കുന്നത്. അതിനെതിരായിട്ടാണ് നമ്മൾ പരാതി കൊടുത്തത്. നമുക്കൊപ്പം ചേരുന്നു ഗോപാൽ ശീലാസനലും TV പ്രസാദും. ഗുഡ് ഈവനിംഗ് ഗോപാൽ ശീലാസനൽ. മുട്ടടയിൽ എന്താണ് സംഭവിച്ചത്? കാരണം ആദ്യം തന്നെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുകയായിരുന്നു. കോൺഗ്രസ് കോർപ്പറേഷനിലേക്ക് ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു ജെൻസിയുടെ പ്രതിനിധിയായി എത്തുന്ന വൈഷ്ണ പട്ടികയിലുണ്ടോ എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്തില്ലേ? അഡ്രസ്സിൽ എന്താണ് പറ്റിയത്? സുജയ, വൈഷ്ണയായിരുന്നു ഇത്തവണ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയപ്പോൾ കോർപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയ കോൺഗ്രസ് സ്ഥാനാർത്ഥി, നിയമവിദ്യാർത്ഥിനി, ടെക്കി തുടങ്ങിയ പല ലേബലുകളിൽ ജെൻസി സ്വഭാവമുള്ള വളരെ പ്രായം കുറഞ്ഞൊരു യുവ നേതാവ് എന്ന തരത്തിലേക്കാണ് വൈഷ്ണയെ മുട്ടട വാർഡിൽ കോൺഗ്രസ് അവതരിപ്പിച്ചത്. ഇതിൽ ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ ദിവസമാണ് തുടങ്ങുന്നത്. വൈഷ്ണയ്ക്കെതിരെ ഒരു പരാതി പോയപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൈഷ്ണയുടെ വോട്ട് മുട്ടടയിലായിരുന്നു. മുട്ടടയിൽ നിന്ന് വൈഷ്ണ വോട്ട് ചെയ്തതുമാണ്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഇത്തവണത്തെ വോട്ടർ പട്ടികയും വന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിൽ പ്രധാനപ്പെട്ട പ്രശ്നം CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗമായിട്ടുള്ള ധനേഷ് കുമാർ നൽകിയ പരാതിയിൽ 6 വോട്ടർമാർക്കെതിരെ വോട്ടർ പട്ടികയിൽ വ്യാജ മേൽവിലാസം നൽകി വോട്ട് ചേർത്ത 6 വോട്ടർമാർക്കെതിരെയാണ് പരാതി പോയിട്ടുള്ളത്. അതിൽ 3 പേർ ഈ വൈഷ്ണയുടെ പിതാവ്, മാതാവ് എന്നിവരാണ്. വൈഷ്ണയുടെ വോട്ടർ പട്ടികയിലെ പേര് ഒഴിവാക്കാനുള്ള TV പ്രസാദിലേക്ക് കൂടി പോകുന്നു. TV പ്രസാദ്, ഗുഡ് ഈവനിംഗ്. കോൺഗ്രസിന്റെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്കാണ് പട്ടികയിൽ പേരില്ല, സ്ഥാനാർത്ഥി വോട്ടറല്ല എന്നുള്ള ഒരു അസാധാരണ സാഹചര്യം നമ്മൾ അധികം ഇങ്ങനെയൊന്നും കണ്ടിട്ടുമില്ല. അതുകൊണ്ട് കോൺഗ്രസും ഈ ഒരു ഞെട്ടലിലാണോ? കാരണം മുട്ടടയിൽ CPIMന് സിറ്റിംഗ് സീറ്റ് കൈവിടുമെന്നുള്ള ഭയം കൊണ്ട് കൊണ്ടുവന്ന ഒരു പ്ലാൻ ആണെന്ന് വൈഷ്ണ പറയുമ്പോഴും പട്ടികയിൽ പേരില്ലെങ്കിൽ മത്സരിക്കാൻ കഴിയില്ലല്ലോ. എന്താണ് പ്ലാൻ B കോൺഗ്രസിന്? സുജയ, ഒരു ഗുരുതരമായ പ്രതിസന്ധിയാണ് കോൺഗ്രസിന്റെ മുന്നിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. മാത്രമല്ല, വേണ്ടത്ര ജാഗ്രത ഇതിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട കാര്യം. അതായത് ഏറ്റവും പ്രാഥമികമായി ചെയ്യേണ്ട കാര്യം പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായി സ്ഥാനാർത്ഥികളെ ആലോചിക്കുന്ന സമയത്ത് തന്നെ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ കാര്യങ്ങൾ വളരെ ഭംഗിയായി നിറവേറ്റുന്ന പതിവുള്ള ഒരു രീതിയുണ്ട്. അത് BJP ആയാലും കോൺഗ്രസ് ആയാലും CPIM ആയാലും അത്തരം കാര്യത്തിൽ നല്ല ഉറപ്പുണ്ടാവും. പ്രത്യേകിച്ച് വോട്ടർ പട്ടികയിൽ പേര് വരുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ആ ചെറുപ്പക്കാരായിട്ടുള്ളവർ മത്സര രംഗത്തേക്ക് വരുമ്പോൾ അവരുടെ വോട്ട് എവിടെയാണ്, എങ്ങനെയാണ്, മേൽവിലാസം എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് ഉറപ്പിച്ച് അത് സംബന്ധിച്ചുള്ള അപേക്ഷകളെല്ലാം കൊടുത്ത് എല്ലാം സെറ്റാക്കി വെക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷേ വൈഷ്ണയുടെ കാര്യത്തിൽ വലിയ വീഴ്ചയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിന് ഉൾപ്പെടെ ഉണ്ടായത് എന്നുള്ളതാണ്. വാടക വീട്ടിൽ താമസിച്ചു എന്ന കാരണം പറഞ്ഞാണ് ഇപ്പോൾ വൈഷ്ണ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ കൂടി
കൂടിയും ഇനിയിപ്പോൾ മറ്റൊരു മാർഗവും കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിലില്ല. പകരം ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക എന്നല്ലാതെ വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് നോമിനേഷൻ സമർപ്പിക്കാൻ മുന്നിലുള്ളത്. പ്രസാദ്, വൈഷ്ണവ് അല്ലെങ്കിൽ മറ്റാരാണ് അവിടെ സമാന സ്വഭാവത്തിൽ ഒരു ജെൻസി, വനിത, ഈ കാറ്റഗറി എല്ലാം നിലനിർത്തിക്കൊണ്ട് ഒരാളെ കണ്ടെത്താൻ കഴിയുമോ? അത് എളുപ്പം സാധ്യവുമല്ല. അങ്ങനെ ഒരു പ്രതിസന്ധി അവിടെയുണ്ട്. കാരണം വൈഷ്ണവ് ഒരുപാട് പ്രചരണത്തിൽ മുന്നോട്ട് പോയിരുന്നു. നമുക്കറിയാവുന്നതുപോലെ സുജയ, എല്ലാവരും വൈഷ്ണവയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു. വലിയ മുന്നേറ്റം UDF ഉണ്ടാകുമെന്നുള്ള ഘട്ടത്തിലാണ് അപ്രതീക്ഷിതമായി ആ CPIM-ന്റെ ഒരു പ്രാദേശിക പ്രവർത്തകന്റെ ഒരു പരാതിയും ഇതിനെതിരെ വരികയും ചെയ്യുന്നത് എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. സുജയ ഇപ്പോൾ പറഞ്ഞതുപോലെ ഇനി മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്നൊരു പാടുണ്ട്. അത് പരിഹരിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് കോൺഗ്രസ് നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. സുജയ, ഓക്കെ, താങ്ക് യു. നമുക്ക് എന്തായാലും വൈഷ്ണയ്ക്ക് വോട്ടില്ല, വൈഷ്ണയ്ക്ക് മത്സരിക്കാൻ കഴിയുമോ? തിരുവനന്തപുരത്ത് നിന്നുള്ള ഈ വാർത്തയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വന്നിരിക്കുന്നതിൽ ഏറ്റവും സങ്കീർണമായ ഒരു വാർത്തയായി അല്ലെങ്കിൽ സങ്കീർണമായ ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നത്. അത് കോൺഗ്രസ് പരിഹരിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.